ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുണ്ടല്ലോ, നല്ലൊരു തണുപ്പും നല്ലൊരു കാറ്റും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ വെയിലും. അപ്പോൾ രാവിലെ ബദാമും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ പാല് അങ്ങനെ കുടിക്കത്തില്ല, അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ കുടിക്കലൊക്കെ. ഇച്ചിരി പാല് ചെല്ലുമ്പോൾ നമുക്കൊരു സന്തോഷം, രാവിലെ കാപ്പിയോ ചായയോ കിട്ടുന്ന ഒരു സംതൃപ്തിയാണല്ലോ. അത് മാറ്റാനൊരു ബുദ്ധിമുട്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കറിയാമല്ലോ, അയൺ ഫൈബർ റിച്ച്. അപ്പോൾ നമ്മുടെ റാഗി കുട്ടനെ നനച്ച് റെഡിയാക്കി നമ്മുടെ ചിരട്ടപ്പുട്ടി വാരിയിട്ട് അങ്ങോട്ട് വെച്ചു. എളുപ്പം പരിപാടി. അപ്പോൾ ഏറ്റവും എളുപ്പം ഈ നമ്മൾ ചിരട്ടപ്പുട്ട് എടുക്കുന്നത് തന്നെ കേട്ടോ. പിന്നെ റോബസ്റ്റേ പഴമുണ്ട്, അത് സ്ഥിരമാണല്ലോ, ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലപോലെ അറിയാം. അപ്പം ഞാനിപ്പോഴാണ് ഈ കൂടുതലായിട്ട് റോബസ്റ്റേ പഴം ഉപയോഗിച്ച് തുടങ്ങിയത്. വല്ലപ്പോഴും ഒക്കെ വാങ്ങി കഴിക്കുമായിരുന്നു, അല്ലാതെ സ്ഥിരം ഒരു പരിപാടിയേ ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവൻ എൻ്റെ സ്ഥിരം സന്ദർശകനായി. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറും മോരുകറിയും പയറുതോരനും പാവയ്ക്കാൻ മെഴുക്കുവരട്ടിയും പിന്നെ കുമ്പളങ്ങാത്തോരൻ കുഞ്ഞുമ്മോട് തന്നാണ്. എനിക്കിപ്പം ഒരു ദിവസം ഉച്ചക്കത്തേക്ക് വീട്ടിലേതും ഉണ്ടാവും, അപ്പുറത്ത് കുഞ്ഞുമ്മോട് തരും, അല്ല അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തരും. അപ്പം സുഖമാണെന്ന് പറയാം. വൈകിട്ട് പഴങ്കഞ്ഞിയുടെ കൂട്ടത്തിൽ ലവലോലിക്ക ഉണ്ടായിരുന്നു, മോരുകറി, ഇച്ചിരി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കൂട്ടാൻ അതൊക്കെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കാണും വരേക്കും. ബൈ ബൈ.